AI വീണ്ടും നുണയന്മാർക്ക് പണി കൊടുക്കാൻ പോവുകയാണ്. നമ്മൾ അറിയുന്നൊരു സുഹൃത്ത് ഡെവലപ്പ് ചെയ്ത ഒരു ചാനൽ എന്താ വെച്ചാൽ ഈ സ്വയം പ്രഖ്യാപിത നുണയനായിട്ടുള്ള സ്വയം തന്നെ നുണ പറയും എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ആൾ നുണയൊക്കെ നമ്മൾ ഇനി ചറപറ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ്. ഒരു വെരിഫിക്കേഷൻ ഇനി നമ്മൾ നടത്താൻ പോകുന്നില്ല. അയാളുടെ ചാനലിലൂടെ നിരന്തരം നുണ പറയാം. അപ്പോൾ നമ്മളോട് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇതിനൊക്കെ മറുപടി പറയാം. അവർ പറയുന്ന നുണകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ എപ്പോഴെങ്കിലും കാണുന്ന ആരെങ്കിലും ഒക്കെ അയച്ചു തരുന്ന നുണകൾ ലിസ്റ്റ് ചെയ്തിട്ടോ. കാരണം നുണകൾ മൊത്തത്തിൽ ലിസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു 5-6 വീഡിയോ മാനുഷികമായി പറ്റുന്ന ഒരു കാര്യമല്ല. അതിനാണ് നമ്മുടെയും പോയിന്റ്. മാനുഷികമായി പറ്റുന്ന ഒരു കാര്യമല്ല ഇവരുടെ നുണകൾ ലിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു സുഹൃത്ത് ചെയ്തെന്താ വെച്ചാൽ ഒരു AI-നെ അതായിട്ട് ഏൽപ്പിച്ചു. ഓക്കെ, അപ്പോൾ AI-നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇത് ഇയാളുടെ ഒരു ചാനലാണ്, ഈ ചാനലിലുള്ള എല്ലാ വീഡിയോസും നോക്കുക, എന്നിട്ട് അതിന് ഫാക്ട് ചെക്ക് ചെയ്തുകൊണ്ട് അതിന് ഫാക്ട് വെച്ചിട്ട്, അതായത് നിങ്ങളൊരു വീഡിയോ AI ഇങ്ങനെ നോക്കുന്നു, അത് എന്തൊക്കെയാണ് ഉള്ളത്, അതിൽ ഫാക്ച്വൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ കളവുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ഓട്ടോ ജനറേറ്റ് ചെയ്യുക, എന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതൊരു ചാനലിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ള ഒരു AI സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഒരു AI സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്ന വീഡിയോസ് ഉള്ള ഒരു ചാനൽ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. ആരിഫ് ഹുസൈൻ ഡീബങ്ക്ഡ് എന്നുള്ളതാണ് ആ ചാനലിൻ്റെ പേര്. ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ നിരന്തരം നുണ പറയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് കണ്ടാൽ തന്നെ ഇതിൽ ഒരു 5 മിനിറ്റ് കണ്ടാൽ 2 നുണ എന്തായാലും അതിലുണ്ടാവും. അപ്പോൾ അത് നമുക്കിരുന്ന് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര, അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചില ഇത് നുണയൊക്കെ ഒരു കുറച്ച് കേൾക്കുമ്പോൾ ഓക്കെ ഫൈൻ, ഇത് നമുക്ക് വേറെ ശമ്പളം ഒന്നും കിട്ടി ഇങ്ങനെ ചെയ്യുന്ന പരിപാടിയല്ലോ, നമ്മൾ ആരും ഏൽപ്പിച്ച് ചെയ്യുന്നല്ലോ. ഇത് ഒരു കണ്ടന്റിനൊക്കെ വേണ്ടി ഇത്ര വൃത്തിയായിട്ട് കണ്ടന്റുകൾ ഇങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യുന്ന ഒരു മടുപ്പ് വരും. അതുകൊണ്ട് ഇത് പുതിയ കാലത്ത് AI-ന്റെ യുഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ, AI എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ തകർക്കുന്ന ഒരു ടെക്നോളജി ആയിരുന്നു. ആരിഫ് ഹുസൈൻ ആദ്യം പറഞ്ഞിരുന്നത് ഇന്റർനെറ്റ് വന്നാൽ ഇസ്ലാം തകരുന്നായിരുന്നു. അവസാനം സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഇന്റർനെറ്റ് തന്നെ AI തന്നെ നിങ്ങൾക്ക് ഇരുന്നിട്ട് ഇത് കുറെ അനുഭവങ്ങൾ ഇയാൾക്ക് തന്നെ ഉണ്ട്. ഒന്ന് AI പണി കൊടുത്തത് ലൈവായിട്ട് ChatGPT ചോദിച്ച് പണി കിട്ടിയ അനുഭവമുണ്ട്. രാഹുൽ ഈശ്വറിന്റെ മുമ്പിൽ ChatGPT എടുത്തിട്ട് പണി കിട്ടിയ അനുഭവമുണ്ട്. സംവാദത്തിൽ പോയിട്ട് AI പണി തന്ന അനുഭവമുണ്ട്. ഇതെങ്ങനെ എന്ന് വെച്ചാൽ ഒന്നുമില്ല. AI എന്ന് പറയുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കിട്ടിയ ഡാറ്റകൾ അനുസരിച്ച് അതിനനുസരിച്ച് ഇൻപുട്ടുകൾ തരുന്ന ഒരു സിസ്റ്റം. അത് വന്നതോടുകൂടി തന്നെ ഇവരുടെ കഥ കഴിയാൻ ഇപ്പൊ അവസാനം ഇതാ AI ഇവർക്ക് മറുപടിയും പറയാൻ തുടങ്ങിയിരിക്കുക. പിന്നെ ഈ ഓരോ AI വന്നപ്പോ ChatGPT പോയി, ജെമിനി വേറെ പോയി, ഗ്രോക്ക് വേറെ പോയി, ഓരോ AI മാറി മാറി പണി കൊടുത്തിരുന്നു. പിന്നെ ഒരു ചാനലിന്റെ മൊത്തത്തിൽ അത് ഇനി മുതൽ ഇയാളുടെ നുണ വീഡിയോ വന്നാൽ കുറച്ച് കഴിയുമ്പോഴേക്ക് അതിന്റെ AI അതിന് ഓരോന്നും ആ പറഞ്ഞ ഓരോ നുണകൾ ഇങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ വീഡിയോ വരും. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, അത് വരുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതായാലും AI വന്നു, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇത് കുറച്ചും കൂടി AI ഒക്കെ കൂടുതൽ ഡെവലപ്പ് ആവുമല്ലോ. ഇനി ഇവരുമായിട്ട് സംവാദം നടക്കാനൊക്കെ വല്ല AI-നെയും നമ്മളെ ഏൽപ്പിച്ചാൽ മതിയാവും. തീരും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി ഒക്കെ ഡെവലപ്പ് ആകുമ്പോൾ ഒരു AI-നെ നമ്മളവിടെ ഓണാക്കി കൊടുക്കുക, ഇയാളുടെ നുണകൾ പറയാം. ഒന്ന് ആലോചിച്ചൊക്കെ ഞാനത് ഇങ്ങനെ ഇതാക്കുക. അപ്പോൾ ഇയാളിങ്ങനെ ഒരു 10 മിനിറ്റ് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് AI-ന്റെ സംസാരം: ഹായ്, താങ്കൾ ഇപ്പോൾ 10 മിനിറ്റ് സംസാരിച്ചതിൽ 313 കളവുകളും 258 സെക്കൻഡ് കളവായിരുന്നു, ബാക്കി 2 മിനിറ്റ് താങ്കൾ ശ്വാസം വിട്ടുമായിരുന്നു 2 സെക്കൻഡ്. അതേപോലെ തന്നെ അർദ്ധസത്യങ്ങൾ 234, അതേപോലെ തന്നെ പിന്നെ പരിഹാസം 315 എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അത് മറുപടി പറയുന്ന നല്ല രസമുണ്ടാവും. വാക്കുകൾ വെച്ച് താങ്കൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ താങ്കൾ യോഗ്യനാണെന്ന് വരെ പറയും. അജാതി ഹെയ്റ്റ് ആണ് ഇയാൾ പറയാറുള്ളത്. അപ്പോൾ ഏതായാലും ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. AI എന്ന് വെച്ചാൽ ഇവർ പറയുന്ന ഓരോ കാര്യം വെച്ചാൽ ഇയാൾ വല്ല ഖുർആനായത്ത് ഉദ്ധരിച്ചാൽ ആ ഖുർആനായത്തിന്റെ ഫുള്ള് AI ആയിട്ട് പറഞ്ഞു കൊടുക്കും. അതേപോലെ മുറിക്കണ പരിപാടിയൊക്കെ നിർത്തി പറ്റൂല. അതേപോലെ തന്നെ എന്തെങ്കിലും ലോജിക്കൽ ഫാലസി എന്തെങ്കിലും കമ്മിറ്റ് ചെയ്താൽ പിന്നെ അത് എന്ത് ചെയ്യും, AI പിടിക്കും. ഇയാൾ കമ്മിറ്റ് ചെയ്തത് ഇന്ന ലോജിക്കൽ ഫാലസി ആകുന്നു. അതേപോലെ തന്നെ എന്തെങ്കിലും പരിഹസിച്ചുകൊണ്ട് വംശീയ അധിക്ഷേപങ്ങൾ നടത്തിയാൽ ഇത് ഒരു വംശീയ അധിക്ഷേപമാണ് നടത്തിയത്, ഇത് ഇയാൾക്ക് ആശയപരമായി പറയാൻ കഴിവില്ലാത്തത് കൊണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് AI എന്ത് ചെയ്യും, കൃത്യമായിട്ട് മറുപടി പറയും. അതിപ്പോ UN പേരിലൊന്നും ഇനി ആക്ഷേപിച്ചിട്ട് ഇനി പ്രയാസപ്പെടണം, ഇനി AI-നെ മൊത്തത്തിൽ കുറ്റപ്പെടുത്താം. നമുക്ക് AI ഒരു ജിഹാദി സംരംഭമാണ്, അതാണ് പോയിന്റ്. ഡെവലപ്പ് ചെയ്തത് ഓക്സ്ഫോർഡ് എന്നാണ് ഖത്തർ ഫണ്ടഡ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. സാം ആൾട്ട്മാനൊക്കെ മൊത്തത്തിൽ ജിഹാദി പ്രൊഡക്റ്റ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് കൊണ്ടുവരണം. അവിടേക്ക് നമ്മൾ നെക്സ്റ്റ് നറേറ്റീവ് കൊണ്ടുവരണം. അപ്പം ഇത് ആരിഫ് ഹുസൈൻ എന്ന് പറയുന്നത് ഇത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാരൊക്കെ വിചാരിച്ചത് ഇതൊന്നും മറുപടി ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം നമ്മൾ ഓൾറെഡി പല നുണകളും പിടിച്ചിട്ടുണ്ട്, അത് തന്നെ മതി കുറച്ച്
ബുദ്ധിയുള്ള ഒരാൾ. മനസ്സിലാവും. പക്ഷെ ഓരോ വീഡിയോ എടുക്കുന്നു, അതിന് AI എന്ത് ചെയ്യുന്നു, അതിനെ നോക്കുന്നു, ഇതിൽ ഫാക്ച്വലി ഉള്ള എററുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് തന്നെ വീഡിയോ ചെയ്യുന്നു. നമ്മളിവിടെ ഇരിക്കാം, ഓക്കെ, നമ്മൾ ഇടക്കിടക്ക് അതൊക്കെ ഞങ്ങളൊന്ന് കാണാനും വരാം, ഓക്കെ. അപ്പോൾ ആ രൂപത്തിലുള്ളൊരു ചാനൽ റെഡി ആയിട്ടുണ്ട് എല്ലാത്തിനും. അതായത് ഈ നുണയൻ്റെ ടൈറ്റിൽ എന്താണോ അതിന് റിയാക്ഷൻ 2 എന്ന ടൈറ്റിലോട് കൂടി അതിൽ വീഡിയോ ഉണ്ടാവും, ഓക്കെ. നിങ്ങൾ ആ ടൈറ്റിൽ സെർച്ച് കൊടുത്താൽ നിങ്ങൾക്ക് അതിന്റെ ആരിഫ് ഹുസൈൻ ഡീബങ്ക് എന്നുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ പുതിയ ഏതെങ്കിലും ഒരു വീഡിയോ വന്നു, അതിൽ പറഞ്ഞത് എത്രമാത്രം നുണയാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ 2 എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് ആ ടൈറ്റിൽ കൊടുത്താൽ അതിന്റെ അതേ ടൈറ്റിൽ വെച്ചിട്ടുള്ള ഇവരുടെ ഫാൻസ് വല്ലതും ഒക്കെ അടുത്തേക്ക് ചർച്ച ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവർ ഏത് വീഡിയോയിലാണ് ഇൻസ്പയർഡ് ആയെന്ന് ചോദിക്കുക. ആ ഇൻസ്പയർഡ് ആയിട്ടുള്ള വീഡിയോ അതിനുള്ള AI മറുപടി എടുത്ത് കൊടുക്കുക. എത്ര സംഭവിക്കും. ഇനി അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഇത് ഒരു സുഹൃത്ത് ചെയ്തൊരു നല്ലൊരു കാര്യമാണ്. ഇതുപോലെയുള്ള മറ്റു നുണയന്മാരെയും ഇങ്ങനെ പിന്നെ ഡീബങ്ക് ചെയ്യുന്ന ചാനലുകളൊക്കെ ഉണ്ടാക്കിയ നല്ല കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഈ പ്രോഗ്രാമിംഗ് കോഡിംഗ് ഒക്കെ അറിയുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇനിയും AI ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണല്ലോ. അതേപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഒരു സാധ്യത ഞാനിപ്പം ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം. ആ വെബ്സൈറ്റ് ഒരു ഐഡിയ പറയാം കേട്ടോ, പലതരം ഐഡിയ പിച്ച് ചെയ്തിട്ടാണല്ലോ ഇതൊക്കെ ഉണ്ടാവുക. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, ഇങ്ങനെ മുസ്ലിം ലൈ ഡിറ്റക്ഷൻ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, അത്രയും കളവോടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരു യൂട്യൂബ് ചാനലിൻ്റെ യൂട്യൂബ് വീഡിയോൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇവരുടെ ഏതെങ്കിലും വീഡിയോ പേസ്റ്റ് ചെയ്താൽ ഇതിൽ എത്ര നുണകൾ എന്ന് ലിസ്റ്റ് ചെയ്യാം. വലിയൊരു പണി ആയിരിക്കും, എന്നാലും കുറച്ച് ഭയങ്കര പിന്നെ എന്താ പറയുക സെർവർ ലോഡ് വരുന്ന ഒരു കാര്യമായിരിക്കും. എന്നാലും എന്ത് ചെയ്യാം, ഓരോ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. അപ്പൊ ലിങ്കിൽ എത്ര പിന്നെ നുണകൾ ഉണ്ടെന്ന് ലിസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. പ്രോഗ്രാമർമാർക്ക് വലിയ സാധ്യതകളുള്ള ഒരു ഏരിയ ആണത്. അതേപോലെ തന്നെ മുസ്ലിം ലൈ ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാം. മുസ്ലിം ഹെയ്റ്റ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടാൽ അതിൽ എത്ര ശതമാനം ഹെയ്റ്റ്. അപ്പം പലപ്പോഴും ഒരു ട്രാക്കർ വെച്ചിട്ടുള്ള ഒരു സാധനം, അല്ലെങ്കിൽ ഒരു മുസ്ലിങ്ങളുടെ കണ്ടന്റുകളെ മൊത്തത്തിൽ ഒന്ന് വെരിഫൈ ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ടാക്കാം. അപ്പോൾ അതായത് ഒരു 75% ഹെയ്റ്റ്, പിന്നെ 15% കളവ്. കോൺടെസ്റ്റ് ഒക്കെ വെക്കാം, പ്രെഡിക്റ്റ് ചെയ്യാം ആരായിരിക്കും ഏറ്റവും കൂടുതൽ ഈ വീക്കിൽ ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് പറഞ്ഞ ആളായിരിക്കും. അങ്ങനെ ഒരു വിന്നറിനൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു കുറച്ചും കൂടി ഫൺ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതായാലും AI ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് ഇവർക്ക് ഇങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കുരുക്ക് മുറിഞ്ഞ് ഇവര് പറഞ്ഞ ഇന്റർനെറ്റ് ഇതല്ലേ ഇസ്ലാം തകർന്ന ഇന്റർനെറ്റ്. ഇനി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് അങ്ങനെ ഇന്റർനെറ്റ് നമ്മൾ കാത്തിരിക്കുകയാണ്. ഇന്റർനെറ്റ് വരുന്നു പറഞ്ഞു ജബ്ബാർ മാഷൊക്കെ പറഞ്ഞത് കഴിഞ്ഞതാണ് മൊത്തത്തിൽ. 2024 കഴിഞ്ഞിട്ട് നമ്മളിതിപ്പോ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതല്ല നിങ്ങൾ ഉദ്ദേശം ചെയ്തിട്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശം വേറെ ആണെങ്കിൽ ഒന്നും പറയണം കേട്ടോ. നമ്മൾക്ക് അതാണെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കാം, കാണാൻ വേണ്ടി. നമ്മളെ ഈ മുസ്ലിം ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പുതുതായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്നു. നമ്മളെ ഈ മുസ്ലിംസ് ഓഫ് കേരള EMI മുസ്ലിംസ് ഓഫ് കേരള അണ്ടിമുക്കി യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നു. അതിൽ അവരങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് ചോദിച്ചാലും ശാഖകളൊക്കെ ഉണ്ടല്ലേ, എന്ത് ചോദിച്ചാലും അത് മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഉത്തരം പറയുന്ന ഒരു സിസ്റ്റം ഗ്രോക്ക് ഒക്കെ പോലെ ഉണ്ടാക്കിയിരുന്നു. എന്ന് വെച്ചാൽ മഴ പെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം കിട്ടുന്നത് AI തരുന്നത് എങ്ങനെ വെച്ചാൽ മഴ പെയ്യുന്നത് നീരാവി പിന്നെ മുകളിലേക്ക് പോയി കണ്ടൻസ് ചെയ്തിട്ടാണെങ്കിലും മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് വളരെ മോശം ആളുകളായതുകൊണ്ട് മഴ പെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മറുപടിയൊക്കെ തരുന്ന നല്ല നല്ല മുസ്ലിം ഇന്റലിജൻസ് ഒക്കെ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരട്ടെ. അപ്പൊ എനിവേ ഇപ്പൊ ഉള്ള AI വെച്ചിട്ട് നുണയന്മാർക്ക് നല്ല പണി കിട്ടിയിരിക്കുകയാണ്. ഇതാ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ നുണ പറയുന്നു, അപ്പോൾ തന്നെ AI ഡിറ്റക്ട് ചെയ്യുന്നു, വീഡിയോ ഇറക്കുന്നു. അപ്പൊ എനിവേ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ കളിയിലില്ല, ഞങ്ങളിവിടെ ഗാലറിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഏതായാലും ഈ പുതിയ വീഡിയോസ് ഒക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഞങ്ങളും കാണും. നിങ്ങൾ എന്ത് ചെയ്യുക, AIക്ക് മറുപടിയൊക്കെ കൊടുക്കുക. മറുപടി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പിന്നെ AI അടുത്ത മറുപടിയും തരും. കൊടുക്കാൻ പോവാണ്. ഇത് AI ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇത് മറ്റേ മുസ്ലിമാണ്, മുറി ഡാഷ് ആണ്, അതാണെന്നൊന്നും പറഞ്ഞ കാര്യം AI ആണ്. പിന്നെ ഞങ്ങൾക്കൊക്കെ മറുപടി പറയുമ്പോൾ കുറെ അധിക്ഷേപങ്ങൾ, പിന്നെ ഇവന്റെ പാപ്പ അങ്ങനെയാണ്, പിന്നെ അനിയൻ ഇങ്ങനെയാണ്, പിന്നെ കുടുംബം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഒരു കാര്യമില്ല, അങ്ങനെ തമ്പൊന്നും കൊടുക്കാനില്ല, അതിനൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ വ്യക്തി അധിക്ഷേപങ്ങൾ കൊണ്ട് കാര്യമില്ല, പരിഹാസങ്ങൾ കൊണ്ട് കാര്യമില്ല, വംശീയ അധിക്ഷേപങ്ങൾ കൊണ്ട് ഒന്നും ഒരു കാര്യമില്ല. അപ്പൊ സിമ്പിൾ നമ്മൾ എന്താ വെച്ചാൽ ഇങ്ങനൊന്നും പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മൾ ഇതിനെ അവോയ്ഡ് ചെയ്യും. ഇത് കാണുകയും ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ ഇത് ടച്ചേ ചെയ്യൂല, കാരണം നമുക്ക് മറുപടി പറയണല്ലോ. മറ്റേത് നമ്മൾ മനുഷ്യന്മാരായതുകൊണ്ട് കുറ്റത്തെറിയൊക്കെ പറഞ്ഞ് ഹേറ്റ് ഒക്കെ പറഞ്ഞ് ഒഴിവാക്കാമല്ലോ. ഇത് മറുപടി പറയണമെന്നുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, വിഷയം എങ്ങനെ സ്കിപ്പ് ആക്കുന്നു. അപ്പോൾ ഏതായാലും AI ഡെവലപ്പായി ഇത്ര ഡെവലപ്പായ സ്ഥിതിക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതായാലും നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഏതായാലും ഈ ചാനൽ എന്താ ചെയ്യുക, ആളുകൾ ഒന്ന് ചെക്ക് ചെയ്യുക. പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, AI
എന്ത് ചെയ്യാണ് ഫാക്ട് ചെക്ക് ചെയ്താണ്. ഒബ്വിയസ്ലി ചെറിയ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഫാക്ച്വൽ എറേഴ്സ് ഒക്കെ അതിന് കിട്ടുന്ന ഇൻപുട്ട് അനുസരിച്ച് അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ ഖുർആൻ, ഹദീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. അങ്ങനെയാണ് ഈ നുണകളൊക്കെ പിടിക്കുന്നത്. എന്നാൽ അതേ സമയത്ത് അതിന് ഏതെങ്കിലും ആക്സസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ സംഭവിക്കും, എന്തെങ്കിലും ചെറിയ എറേഴ്സ് ഒക്കെ ഉണ്ടായേക്കാം, പറയാൻ പറ്റില്ല. പക്ഷേ അത് കൂടുതൽ AI ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് അതിൻ്റെ അക്യൂറസിയും കൂടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും പിന്നെ കാര്യങ്ങൾ നുണയന്മാരെ സംബന്ധിച്ചിടത്തോളം ഇനി അത്ര പന്തിയല്ല കാര്യങ്ങൾ. നിങ്ങൾ നുണ പറയുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി അത് ഡിറ്റക്റ്റ് ചെയ്യാനും അതിന് മറുപടികൾ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യാനുള്ള സിസ്റ്റംസ് ഇവിടെ ഡെവലപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അത് കൂടുതൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുത്തേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അത് ഉപകാരപ്പെടുത്തുക. അത്തരം ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും.